ഇന്നത്തെ ക്ലാസ്സിൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. നമുക്ക് എന്താണ് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഫംഗ്ഷനെ കുറിച്ച് ആദ്യം പറയാം. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രോഗ്രാമിൽ ചിലപ്പം ചില ടാസ്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 2 സംഖ്യകൾ ആഡ് ചെയ്യണം. അതൊരു പ്രോഗ്രാമിൽ എനിക്ക് ഒരു 10ഓ 20ഓ പ്രാവശ്യം വ്യത്യസ്തമായി 2 സംഖ്യകൾ കൊടുത്തിട്ട് അത് ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നു. അങ്ങനെയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഈ 2 സംഖ്യകൾ എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എഴുതിയാൽ ആ പ്രോഗ്രാമിൻ്റെ ലെങ്ത് കൂടും. അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള ടാസ്കുകൾ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് 2 സംഖ്യകൾ ആഡ് ചെയ്യണം. ഈ ടാസ്ക് ഇത് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഒരു പ്രാവശ്യം എഴുതി വയ്ക്കും. അതിനാണ് ഡെഫിനിഷൻ എന്ന് പറയുക. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ 2 സംഖ്യകൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മളൊരു പാക്കേജ് പോലെ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി പേരൊക്കെ എഴുതി സേവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതിനെ പറയാം ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ ഒറ്റ പ്രാവശ്യം നമ്മൾ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ എപ്പോഴൊക്കെ എനിക്ക് ഈ 2 സംഖ്യകൾ ആഡ് ചെയ്യണമെന്ന് വന്നാൽ ഉടൻ ആ ഫംഗ്ഷനെ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. ഇപ്പോൾ ആഡ് എന്നാണ് ഫംഗ്ഷൻ്റെ പേരെങ്കിൽ ജസ്റ്റ് ആഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യുന്നു, ആ പ്രോസസ്സ് ചെയ്യുന്നു. എന്നുവെച്ചാൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പറഞ്ഞാൽ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് എവിടെ നിന്നാണ് വിളിച്ചാൽ അവിടേക്ക് വരുന്നു. വീണ്ടും 2 സംഖ്യകൾ ആഡ് ചെയ്യണം, വേറെ ഏതെങ്കിലും 2 സംഖ്യകൾ ആഡ് ചെയ്യണം വന്നാൽ വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുക. ജസ്റ്റ് സം എന്നാണ് ഫംഗ്ഷൻ്റെ പേരെങ്കിൽ ഫംഗ്ഷനെ കോൾ ചെയ്യുക. എന്താണ് പേരെന്ന് വെച്ചാൽ അത് ആ ഫംഗ്ഷൻ പേര് മാത്രം എഴുതിയാൽ മതി. ഫംഗ്ഷൻ്റെ കോളിംഗ് കണ്ടാൽ എക്സിക്യൂഷൻ നേരെ ഡെഫിനിഷനിലേക്ക് ജമ്പ് ചെയ്യും, പ്രോസസ്സ് ചെയ്യും, തിരിച്ചു വരും. അപ്പം നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യം ഡിഫൈൻ ചെയ്താൽ മതി, മിനി ടൈംസ് കോൾ ചെയ്യാം. അപ്പം ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചാൽ 2 സംഖ്യകൾ ആഡ് ചെയ്യണം. അങ്ങനെ സം ഓഫ് 2 നമ്പർ, അത് സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ സം ഓഫ് 2 നമ്പർ കാണാനായിട്ട് #include നമ്മളൊരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ സി ലാംഗ്വേജിൽ #include stdio.h ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽസ് പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ ഫംഗ്ഷൻ ഏത് പ്രോഗ്രാമിലും സി ലാംഗ്വേജിൽ C++ലൊക്കെ മെയിൻ ഫംഗ്ഷൻ നിർബന്ധമാണ്. കാരണം പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിലാണ്. ഇതാണ് നമ്മുടെ ഒരു സി പ്രോഗ്രാമിംഗ്, നമ്മളൊരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. സിയിൽ പ്രോഗ്രാം എഴുതുന്നതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സ്ട്രക്ചർ ഓഫ് സി എന്നുവെച്ചാൽ നമ്മൾ എന്തൊക്കെ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യണോ അത് എഴുതാം. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹെഡർ ഫയൽസിൻ്റെ കാര്യം. ഇവിടെ നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ, ഔട്ട്പുട്ട് ഫംഗ്ഷൻ, പ്രിൻ്റ് സ്കാൻഎഫ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ സി ഫയലിലാണ്. അതുകൊണ്ട് ആ ഫയലിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി നമുക്ക് 2 സംഖ്യകൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സി ലാംഗ്വേജിൽ ആദ്യം തന്നെ 2 സംഖ്യകൾ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ക്രിയേറ്റ് ചെയ്യും. പിന്നെ num1 എന്ന പേരിലും num2 എന്ന പേരിലും ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കുക, നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയാണ് കമ്പ്യൂട്ടറെ ഇന്ന ചെയ്യൂ എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ പറയാണ് 2 സംഖ്യകൾ സ്റ്റോർ ചെയ്യുമ്പോൾ യൂസർ 2 സംഖ്യകൾ 2 ഇൻറ്റീജർ നമ്പർ തരും. അത് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി അവിടെ ക്രിയേറ്റ് ചെയ്യൂ, റിസർവ് ചെയ്ത് വെക്കൂ, അലോക്കേറ്റ് ചെയ്ത് വെക്കൂ എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ആരാണ്, ഇവൻ ആരാണ്, num1 num2 ആരാണെന്ന് കമ്പൈലറിനോട് പറയണം. അതാണ് ഡിക്ലറേഷൻ. അപ്പം num1 num2 എന്നുള്ളത് ഇൻറ്റിജർ നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം num1 num2ലേക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസർക്കൊരു മെസ്സേജ് കൊടുക്കണം, സ്ക്രീനിലൊരു മെസ്സേജ് വരണം. യൂസർക്കുള്ളൊരു പ്രോംപ്റ്റാണ് എൻ്റർ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. എന്താണ് വേണമെങ്കിൽ enter2 ഇങ്ങനെ ഞാൻ എഴുതി, enter2 നമ്പേഴ്സ് ഇങ്ങനെ എഴുതി. ഏത് വേണമെങ്കിൽ അതുപോലെ എഴുതാം. ഈ ഡബിൾ കൊട്ടേഷനുള്ളിലുള്ളത് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇത് കാണുമ്പോൾ യൂസർ കീബോർഡ് വഴി 2 നമ്പർ ഇൻപുട്ട് ചെയ്യും. ആ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് സ്കാൻഎഫ് ഫംഗ്ഷൻ. സ്കാൻഎഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് 2 നമ്പർ, ഏത് ടൈപ്പ് നമ്പറാണ്,
ഇൻറ്റീജർ നമ്പറാണ്. ഇൻറ്റീജർ നമ്പറിനുള്ള മെമ്മറിയാണ് അവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെമ്മറിയിൽ 2 ഇൻറ്റീജർ നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ആണ് അവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റീജർ നമ്പർ %d ആണ് ഇൻറ്റീജർ നമ്പറിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയർ. 2 ഇൻറ്റീജർ നമ്പറിന് %d. അപ്പോൾ അതിനർത്ഥം ഈ %d ഇവിടെ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയാം. സ്കാൻഎഫ് ഫംഗ്ഷൻ യൂസറിൽ നിന്ന് 2 ഇൻറ്റീജർ നമ്പറാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് %d. ഇനി ഈ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന 2 നമ്പർ, ഇപ്പോൾ സേ 10, 20 അങ്ങനെ 2 നമ്പറാണ് യൂസർ കീബോർഡ് വഴി എൻ്റർ ചെയ്തു വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് ചെയ്ത ആ 10നെ എവിടേക്ക് സെൻഡ് ചെയ്യണം? അഡ്രസ് ഓഫ് ഓൾറെഡി നമ്പർ എന്ന് പറഞ്ഞ മെമ്മറി അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പർ എന്ന് പേരുള്ള മെമ്മറിയുടെ അഡ്രസ്സിലേക്ക് അയക്കുന്നു. നെക്സ്റ്റ് ടൈപ്പ് ചെയ്ത നമ്പർ അഡ്രസ് ഓഫ് നം2 എന്ന് പറഞ്ഞ മെമ്മറിയിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതാണ് സ്കാൻഎഫ് ഫംഗ്ഷൻ. യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ റീഡ് ചെയ്ത് മെമ്മറിയിലേക്ക് വെക്കുന്നു. അതിനുശേഷം 2 സംഖ്യകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം എന്ത് ചെയ്യേണ്ടത്? സം എന്ന് പറഞ്ഞൊരു മെമ്മറിയിലേക്ക് 2 സംഖ്യകൾ ആഡ് ചെയ്യാനുള്ള 2 സംഖ്യകൾ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് സമ്മിലേക്ക് അസൈൻ ചെയ്യുന്നു. അതിനുശേഷം പ്രിൻ്റ് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് സം മെമ്മറിയിൽ ഉള്ളതാണ്. ഈ സമ്മിലുള്ള വാല്യൂ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിന് നമുക്ക് എഴുതാം സം ഈക്വൽ ടു, ഇങ്ങനെ എനിക്ക് സം ഈക്വൽ ടു ആ സം അവിടെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ആ സമ്മിൻ്റെ പ്ലേസ് ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഈ ഉത്തരം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻറ്റീജർ ആയതുകൊണ്ട് %d എന്ന് കൊടുക്കുക, പ്ലേസ് ഹോൾഡർ %d കൊടുക്കുക. അതിനുശേഷം ഇട്ടിട്ട് ഈ പ്ലേസിലേക്ക് ഏത് വാല്യൂ വരേണ്ടത്? സം എന്ന് പറഞ്ഞ മെമ്മറിയിലെ വാല്യൂ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ %d എന്ന് പറഞ്ഞാൽ പ്ലേസ് ഹോൾഡറാണ്. ഇപ്പം നമുക്കിത് റൺ ചെയ്ത് നോക്കിയാൽ ഒരു എറർ വരും. അതെന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സം എന്ന് പറയുന്നതിനെ ഡിക്ലെയർ ചെയ്തില്ല എന്ന് വെച്ചാൽ കമ്പൈലർ നോക്കുമ്പോൾ നം2 ഡിക്ലെയർ ചെയ്യണം. എന്തിനാ? ഇവരാരാണ്, ഞാൻ ആരാണെന്ന് കമ്പൈലറിനോട് പറയണം. നം2 ആരാണ് എന്ന് പറയണം. ഇൻറ്റീജർ ടൈപ്പ് മെമ്മറി സ്പേസ് ആണ് നം2 ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ കമ്പൈലറിന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇവിടെ സം ഈക്വൽ ടു നം1 പ്ലസ് നം2 എന്ന് പറഞ്ഞാൽ നം1 നം2ലും വാല്യൂസ് ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് സമ്മിൽ അസൈൻ ചെയ്യാൻ നോക്കുമ്പോൾ സം എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്താലേ കമ്പൈലറിന് മനസ്സിലാവുക ഇവൻ ആരാന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും C++ ലാംഗ്വേജിലെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നതിന് മുൻപ് ആ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പം നം1 നം2 സം. ഇപ്പോൾ കമ്പൈലറിന് മനസ്സിലായി സം എന്താണ്? സം എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ടൈപ്പ് ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന ഒരു മെമ്മറി സ്പേസ് ആണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കമ്പൈൽ ടൈമിൽ ഇതിൻ്റെ സൈസൊക്കെ കമ്പൈൽ ടൈമിൽ തന്നെ തീർച്ചയായിട്ടും ഇരിക്കും. കാരണം ഇൻ്റർവൽ 4 ബൈറ്റ് ആണെങ്കിൽ നം1 നം2 സം 4 ബൈറ്റ് മെമ്മറി സ്പേസ് അവിടെ ഫിക്സ് ചെയ്തിരിക്കും. കമ്പൈൽ ടൈം മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമ്മൾ 3 മെമ്മറി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നം1ലേക്ക് ഇൻപുട്ട് ചെയ്തു. പിന്നെ നം1 നം2ലെ ഡാറ്റ എൻ്റർ ചെയ്തു സമ്മിലേക്ക് അസൈൻ ചെയ്തു. ഇത് ഞാൻ ഫംഗ്ഷൻ അല്ലാതെ സാധാരണ രീതിയിൽ എഴുതിയൊരു പ്രോഗ്രാമാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റർ 2 നമ്പർ എന്ന് ചോദിച്ചു. ഞാൻ 10, 30 2 നമ്പർ എൻ്റർ ചെയ്തു. സം ഈക്വൽ ടു 40 എന്ന് കിട്ടി. ഇനി എനിക്ക് വീണ്ടും 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇത്രയും സ്റ്റെപ്സ് വീണ്ടും എഴുതണം അല്ലേ? 2 നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഇത്രയും സ്റ്റെപ്സ് എഴുതണം. ഇതിപ്പോൾ 1 2 3 4 വരികയുള്ളൂ. ചില ടാസ്ക് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 10 ലൈനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും 10 ലൈൻ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ആവശ്യം വരുമ്പോൾ അത്രയും ലൈൻസ് അവിടെ എഴുതേണ്ടി വരും. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ലെങ്ത് കൂടും. ഓരോ പ്രാവശ്യം 2 നമ്പർ ആഡ് ചെയ്യേണ്ട വന്നോ, എങ്ങനെയാണ് ഈ 2 നമ്പർ ആഡ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് വീണ്ടും വീണ്ടും എഴുതേണ്ടി വരും. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ലെങ്ത് കൂടും. അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആവശ്യം വരുന്ന ടാസ്കുകൾ, ആ ടാസ്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു സ്ഥലത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് പേരെഴുതി സേവ് ചെയ്ത് വെക്കാം. അതിനാണ് ഡിഫൈൻ ചെയ്യാന്നറിയാം. ആ ടാസ്കിനെ ഡിഫൈൻ ചെയ്ത് വെക്കും. എങ്ങനെയൊക്കെയാണ് ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഒരു പേരെഴുതി സേവ് ചെയ്ത് വെക്കുക. ഒറ്റ പ്രാവശ്യം സേവ് ചെയ്ത് വെച്ചാൽ മതി. ഒറ്റ പ്രാവശ്യം അത് ഡിഫൈൻ ചെയ്താൽ മതി. പിന്നെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അതിനെ കോൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് തന്നെ ഈ 2 സംഖ്യകൾ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഫംഗ്ഷനിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് ആഡ് ചെയ്യാനായിട്ട് ഫംഗ്ഷന് നമുക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ ഇവിടെ ഞാൻ മെയിൻ ഫംഗ്ഷന് മുകളിലായിട്ട് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഴുതാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ മീൻസ്
എന്താണ് ചെയ്യേണ്ടത്. ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് കമ്പൈലറിനോട് പറയേണ്ടത്. അപ്പോൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ ഫംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ എന്ത് ഫംഗ്ഷനും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ. ആ ഔട്ട്പുട്ടിൻ്റെ ടൈപ്പാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലൂടെ വാല്യൂ നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് ഫംഗ്ഷനെ വിളിച്ച സ്ഥലത്തേക്ക് റിട്ടേൺ ചെയ്യാം, ചെയ്യിക്കാതിരിക്കാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പം ബിരിയാണി കടയുണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻ ബിരിയാണി കട എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിൽ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അത് ഭയങ്കര ഒരു പ്രയാസമാണ്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ പലയിടത്തും ബിരിയാണി കടകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ബിരിയാണി വേണമെങ്കിൽ നമ്മൾ കോൾ ചെയ്യും. ബിരിയാണി കട ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടേക്ക് കോൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രോസസ്സിങ് നടക്കുന്നു, ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഡെലിവറി ചെയ്യാം, ചെയ്യാതിരിക്കാം. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പ്, ഇപ്പോൾ ബിരിയാണി കടയിൽ നിന്ന് എന്തായിരിക്കും ഔട്ട്പുട്ട്, ബിരിയാണി ആയിരിക്കും. ചപ്പാത്തി കടയിൽ നിന്ന് ഔട്ട്പുട്ട് എന്തായിരിക്കും, ചപ്പാത്തി ആയിരിക്കും. അപ്പോൾ ആ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ ടൈപ്പാണ് എഴുതുക. ഇപ്പം ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്ത് 2 സംഖ്യകൾ ആഡ് ചെയ്താൽ റിട്ടേൺ ടൈപ്പ് എന്തായിരിക്കും, ഇൻറ്റീജർ നമ്പറിനെ ആഡ് ചെയ്ത് എൻ്റെ ഔട്ട്പുട്ട് ഇൻറ്റീജർ ആയിരിക്കും. ഇൻറ്റീജർ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ റിട്ടേൺ ടൈപ്പ് ഞാൻ എഴുതി, ഇത് റിട്ടേൺ ടൈപ്പ് ഉള്ള ഫംഗ്ഷൻ ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, വിളിച്ചവിടത്തേക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ ഒരു പേര് കൊടുക്കുക. അപ്പോൾ എല്ലാത്തിനും പേരുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ ബിരിയാണിക്കട, അതൊരു ഫംഗ്ഷനൊരു പേരുണ്ട്. അതുപോലെ ഇവിടെ ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് എനിക്ക് സം എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഇനി ഇത് ഈ പാരാന്തസിസിനുള്ളിൽ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ ഇങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. ഇതാണ് ഫംഗ്ഷൻ്റെ സിമ്പിൾ ഫംഗ്ഷൻ. ഇനി ഇതിൽ ഈ പാരാന്തസിസിൻ്റെ ഉള്ളിൽ നമുക്ക് ഫംഗ്ഷനിലേക്ക് വാല്യൂ അയക്കാം. ഇപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു 10 ബിരിയാണി ഞാൻ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 50 ബിരിയാണി ഞാൻ ഓർഡർ ചെയ്യണം. അപ്പം ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ അവരോട് പറയും ഞാൻ അതിലേക്ക് വാല്യൂസ് തരാൻ വെച്ചാൽ അതിലേക്ക് വേണ്ട പ്രോസസ്സ് ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ ചിക്കൻ, റൈസ്, സബോള അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ അയച്ചു തരാമെന്ന് പറയും. അതുപോലെ ഫംഗ്ഷനിലേക്ക് അയക്കുന്ന വാല്യൂസ് അത് സ്റ്റോർ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ്, ഇതിപ്പോൾ 2 നമ്പേഴ്സാണ് അയക്കുന്നതെങ്കിൽ ഇൻറ്റ് num1, ഇൻറ്റ് num2 2 നമ്പേഴ്സ് നമ്മൾ ഫംഗ്ഷനിലേക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റർ ചെയ്തിട്ട് ഇവിടെ സെമിക്കോളൻ ഇടരുത്. സെമിക്കോളൻ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിച്ചു എന്നാണ്. അവസാനിക്കല്ല, ഇവിടെ ഫംഗ്ഷൻ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷനിൽ എന്താണ് ഈ ടാസ്ക് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ എഴുതണം. അപ്പോൾ 2 സംഖ്യകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത ഉത്തരം സ്റ്റോർ ചെയ്യാനായിട്ട് സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ അല്ലെങ്കിൽ എസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻറ്റ് എസ് എന്ന് എഴുതി, അതിനുശേഷം എസ് എന്ന് പറഞ്ഞ ഈ വേരിയബിളിലേക്ക് num1 വാല്യൂ num2 എന്ന മെമ്മറിയിലെ വാല്യൂം കൂടെ ആഡ് ചെയ്തിട്ട് എസിലേക്ക് അസൈൻ ചെയ്യുന്നു. ഈ വാല്യൂവിനെ നമുക്ക് വിളിച്ച സ്ഥലത്തേക്ക് റിട്ടേൺ ചെയ്യുക, റിട്ടേൺ എസ്. ഇതാണ് റിട്ടേൺ എസ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഈ പ്രോഗ്രാമിൽ ഫംഗ്ഷനിൽ എഴുതുമ്പോൾ ഇത് കണ്ട ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ 2 സംഖ്യകൾ എന്തൊക്കെ ആഡ് ചെയ്യാൻ, സമ്മ് കാണാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഇങ്ങനെ എഴുതി അതിനൊരു പേരിട്ട് സേവ് ചെയ്തു. ഇതിനെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുക. ഈ ഫംഗ്ഷനിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷനെയാണ് ഡെഫിനിഷൻ എന്ന് പറയാം. ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇവിടെ നമുക്ക് എഴുതാൻ ഞാൻ അങ്ങനെ കമൻറ്റ് ഓപ്പറേറ്റർ ഇട്ട് എഴുതുന്നു, ഡിഫൈൻ ദ ഫംഗ്ഷൻ. ഫംഗ്ഷന് ഞാൻ ഡിഫൈൻ ദി ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഡിഫൈൻ ദി ഫംഗ്ഷൻ. ഇനി ഇത്രയും മാത്രം ചെയ്താൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഒന്നും കാണുന്നില്ല അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബിരിയാണിക്കട ഒരു ഫംഗ്ഷനാണ്. ജസ്റ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അവിടെ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സിൻ്റെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ റെസിപ്പിയുടെ കഥ പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്യണം, നല്ല ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അവിടെ ഉണ്ട്. അത് പ്രകാരം അത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ അവിടെ ഇപ്പോൾ 50 പേർക്ക് ബിരിയാണി ഞാൻ അവർക്കൊരു ഓർഡർ കൊടുക്കുക, കോൾ ചെയ്യുന്നു, ഫംഗ്ഷനെ ഞാൻ വിളിക്കുന്നു. അവിടേക്ക് വിളിച്ചിട്ട് പറയണം എനിക്ക് നാളെ ഒരു 50 ബിരിയാണി വേണം. അങ്ങനെ എൻ്റെ കോള് കിട്ടിയാലേ അവരവിടെ എക്സിക്യൂഷൻ തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ ഫംഗ്ഷനിൽ പ്രോസസ്സിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂഷൻ തുടങ്ങണമെങ്കിൽ എന്ത് വേണം, ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഇരുന്ന് ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് എക്സിക്യൂഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ റിട്ടേൺ ടൈപ്പ് എഴുതേണ്ട, ഫംഗ്ഷൻ്റെ പേര് മാത്രം എഴുതുക. പിന്നെ ഫംഗ്ഷനിലേക്ക് വാല്യൂ അയക്കുന്നുണ്ടെങ്കിൽ ആ
ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഫംഗ്ഷനിലേക്ക് അയക്കുന്ന വാല്യൂസിനെ ആർഗ്യുമെൻറ്റ്സ് പറയും. അത് എഴുതാം. അപ്പോൾ 2 വാല്യൂസ് ഞാൻ അയക്കുന്നുണ്ട്, 10,20. ഈ സെമിക്കോളൻ ഇടാം. അപ്പോൾ ഫംഗ്ഷനിലേക്ക് വാല്യൂ അയക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇതാണ് ഫംഗ്ഷൻ കോൾ. ഇതിനെ പറയാം ഫംഗ്ഷൻ കോൾ എന്നാണ് പറയാം. ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ എക്സിക്യൂഷൻ നേരെ എവിടെയാണ് ഈ ഫംഗ്ഷൻ, ഈ സം എന്ന പേരുള്ള ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്ത് അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യുക മാത്രമല്ല, ഈ ആർഗ്യുമെന്റ്സ് എന്ന് പറയും, ഫംഗ്ഷനിലേക്ക് അയക്കുന്ന ഈ വാല്യൂസ് ആണ് ആർഗ്യുമെന്റ്സ്. 10, 20 ഈ 2 വാല്യൂസിന്റെ കോപ്പി ഇവിടേക്ക് സെൻഡ് ചെയ്യും. അപ്പം num1 എന്ന് പറഞ്ഞ മെമ്മറി, num2 എന്ന് പറഞ്ഞ മെമ്മറി ഫംഗ്ഷനിലുണ്ട്, അങ്ങനെ വേരിയബിൾസ് ഉണ്ട്. ഈ 10 num1 എന്ന് പറഞ്ഞ ആ വേരിയബിളിലും 20 num2 എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും അസൈൻ ചെയ്യും. അതിനുശേഷം എസ് എന്ന് പറഞ്ഞൊരു മെമ്മറി ഫംഗ്ഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആവും. എന്നിട്ട് num1ലെയും num2ലെയും വാല്യൂസ് ആഡ് ചെയ്തിട്ട് എസ് എന്ന് പറഞ്ഞ മെമ്മറിയിൽ അസൈൻ ചെയ്യും. അതിനുശേഷം റിട്ടേൺ എസ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ എവിടെ നിന്നാണോ ഫംഗ്ഷനെ വിളിച്ച് അവിടേക്ക് റിട്ടേൺ ചെയ്യും. റിട്ടേൺ എസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10, 20 ആണെങ്കിൽ 30 ആയിരിക്കും എസ്സിലുണ്ടാവുക. 30 ഇവിടേക്ക് വരും, ഈ ഭാഗമായിട്ട് റീപ്ലേസ് ചെയ്യും. അത് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ എസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ വേറെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. എസ് ഈക്വൽ ടു അല്ലെങ്കിൽ എസ് ഈക്വൽ ടു ഞാൻ ഇവിടെ വേറൊരു എസ് കൊടുത്തു. ഇത് വേറൊരു എസ് ആണ്. അത് ഇവിടെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇൻഡ് ഈ മെയിൻ ഫംഗ്ഷനിലെ എസ് ആണിത്. ഇൻഡ് എസ് എന്ന് കൊടുക്കുന്നു. ഇൻഡ് എസ് എന്ന് കൊടുത്തിട്ട് എസ് ഈക്വൽ ടു സം 10,20. ഇനി അത് നമുക്ക് പ്രിന്റ് ചെയ്യണം അല്ലേ, ഡിസ്പ്ലേ ചെയ്യണം എസ്സിലുള്ള വാല്യൂ. അപ്പോൾ പ്രിന്റ് എഫ് ആണ് സി ലാംഗ്വേജിലെ ഔട്ട്പുട്ടിനുള്ളത്. സം ഈക്വൽ ടു എന്താ വേണ്ടേ, %d. ഈ %d എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ഹോൾഡർ ആണ്. ഈ പ്ലേസിലേക്ക് ഏത് വാല്യൂ ആണ്, എസ്സിലുള്ള വാല്യൂ അവിടെ പ്ലേസിലേക്ക് ചെല്ലും. അപ്പോൾ എസ്സിലുള്ള വാല്യൂ ഈ പ്ലേസ് ഹോൾഡറിലേക്ക് %dയിൽ റീപ്ലേസ് ചെയ്യും. അപ്പോൾ 30 എന്നുള്ളത് ഇവിടേക്ക് റീപ്ലേസ് ചെയ്യും. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സം ഈക്വൽ ടു 30 കണ്ടോ. അപ്പോൾ ഇതെന്താണ് ചെയ്തിട്ടുള്ളത്, ഫംഗ്ഷന് നമ്മളിവിടെ മെയിൻ ഫംഗ്ഷൻ മുതലാണ് എക്സിക്യൂഷൻ തുടങ്ങുന്നത്. എസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്ത് മെയിൻ ഫംഗ്ഷനിലെ വേരിയബിളാണ് ഈ എസ്. എന്നിട്ട് എസ് ഈക്വൽ ടു സം 10,20. ഇതൊരു ഫംഗ്ഷനാണ്. സം എന്ന പേരിലുള്ള 10, 20 എന്നുള്ള 2 ആർഗ്യുമെന്റ്സ് സെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇത് ഫംഗ്ഷൻ കോളാണ്. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ നേരെ ഡെഫിനിഷനിലേക്ക് ജമ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈ വാല്യൂസ് ഈ പാരാമീറ്റർ എന്ന് പറയും num1, num2ലേക്ക് അസൈൻ ചെയ്യും. ഇതിനാ പറയുന്നത് 10, 20 ആർഗ്യുമെന്റ്സ്, വാല്യൂസ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ ആണ് ആർഗ്യുമെന്റ്സ് പറയാം. ഇപ്പൊ num1, num2ൽ 10, 20 ഉണ്ട്. അതിനുശേഷം ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു വേറെ വേരിയബിളാണ് എസ്. ഈ num1, num2ലെ വാല്യൂസ് ആഡ് ചെയ്തിട്ട് ഫംഗ്ഷനിനുള്ളിലെ എസ്സിലേക്ക് അസൈൻ ചെയ്യും. അത് കഴിഞ്ഞ് റിട്ടേൺ എസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10, 20 ആഡ് കഴിഞ്ഞാൽ 30 ആണ് എസ്സിലുള്ള. ഈ എസ്സിലുള്ള വാല്യൂ റിട്ടേൺ, ദാറ്റ് ഈസ് 30 എവിടെ നിന്നാണോ ഫംഗ്ഷൻ വിളിച്ചാൽ അവിടേക്ക് വരും. എന്നിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് ഈ പകല് ഇവിടെ 30 ആയിട്ട് റീപ്ലേസ് ചെയ്യും. അത് ഹോൾഡ് ചെയ്യാൻ എസ് എന്ന് പറഞ്ഞ വേറെ വേരിയബിൾ എസ് ഈക്വൽ ടു 30, പിന്നെ എസ്സിലെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് ഫംഗ്ഷൻ. റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ആർഗ്യുമെന്റ്സ് ഉള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷന് പറഞ്ഞല്ലോ അഡ്വാൻറ്റേജ്, എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാം. ഫംഗ്ഷനെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കോൾ ചെയ്യാം, ബട്ട് ഒറ്റ പ്രാവശ്യം ഡിഫൈൻ ചെയ്താൽ. ഞാൻ വീണ്ടും കോൾ ചെയ്യാണ്, ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഇപ്പം ഇൻഡ് ഞാനിപ്പോൾ എസ് എന്ന് കൊടുത്തു. നമുക്ക് വീണ്ടും എസ്സിലേക്ക് ഫംഗ്ഷനെ കോൾ ചെയ്തു. വീണ്ടും എസ് ഈക്വൽ ടു, വീണ്ടും ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. സം വേറെ വാല്യൂ 40,60 ഞാൻ വേറെ വാല്യൂ കൊടുക്കുക. അപ്പോൾ സം 40,60 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇത് വേറെ ഞാൻ വേരിയബിളിൽ കൊടുക്കാം. ഇൻഡ് എസ് രണ്ടാമത്തേന് ഞാനിപ്പോൾ ഒരു വേരിയബിൾ എന്ന് കൊടുത്തു. ദെൻ എ ഈക്വൽ ടു സം വേറെ വാല്യൂസ് 50,40 വേറെ വാല്യൂ ഞാൻ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യും. ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇനി എനിക്ക് ഈ ഫംഗ്ഷനെ കോൾ ചെയ്ത് അതിനെ പ്രിൻ്റ് ചെയ്യിക്കാം. ഞാൻ വീണ്ടും പ്രിൻ്റ് കൊടുക്കുകയാണ്. പ്രിൻ്റ് സം ഈക്വൽ ടു ഇപ്പോൾ എയിലുള്ള വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് സം ഈക്വൽ ടു 30, സം ഈക്വൽ ടു 90. അപ്പോൾ അത് നെക്സ്റ്റ് ലൈനിലേക്ക് വരണമെങ്കിൽ നമുക്ക് സ്ലാഷ് n കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു, സം ഈക്വൽ ടു 10, 20 ഫംഗ്ഷനെ കോൾ ചെയ്ത് എക്സിക്യൂഷൻ നേരെ ഡെഫിനിഷനിലേക്ക് ചെല്ലും. ഡെഫിനിഷനിലാണ് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഡെഫിനിഷനിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഡെഫിനിഷനിൽ 10, 20 ഇവിടേക്ക് ചെല്ലുന്നു, ആഡ് ചെയ്യുന്നു, എസ് എന്ന് പറഞ്ഞ വേരിയബിൾ അസൈൻ ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് വിളിച്ച് അവിടേക്ക് വരുന്നു, ഈ എസ്സിൽ അസൈൻ ചെയ്യുന്നു. അതിനുശേഷം എസ്സിൽ അവിടെ ഉണ്ട്, ആ വാല്യൂ ഉണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, 50, 40 വീണ്ടും ചെല്ലുന്നു, 50, 40 ആഡ് ചെയ്ത് ഈ എസ്സിൽ 90 എന്ന് വരുന്നു. ഈ എസ് എവിടെ നിന്നാണ് വിളിച്ച് ഇവിടേക്ക് റിട്ടേൺ ചെയ്യുന്നു, ആ വാല്യൂ എയിൽ അസൈൻ ചെയ്യുന്നു. ഇനി ഞാൻ എസ്സിലെ വാല്യൂ എയിലെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ആദ്യത്തെ വാല്യൂ 10, 20 ഔട്ട്പുട്ട്. ഇത് എനിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എനിക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. മെനി ടൈംസ് നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. പക്ഷേ നമുക്ക് ഡെഫിനിഷൻ ഒറ്റ തവണ എഴുതിയാൽ മതി. അതാണ് ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും കോൾ ചെയ്യാം, ഒറ്റ തവണ നമുക്ക് ഡിഫൈൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫംഗ്ഷൻ ഇതിപ്പോൾ എന്താണ്, റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇനി നമുക്ക് റിട്ടേൺ ചെയ്യുന്നില്ല വിചാരിക്കാം, റിട്ടേൺ ടൈപ്പ് ഇല്ല. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, വോയിഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് അതിനാണ്, ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നതാണ്. ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതിനർത്ഥം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പം ബിരിയാണി കടയുണ്ട്, ഞാനിപ്പോൾ ഒരു 50 ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് ഡെലിവറി ഇല്ല, അവിടെ വന്ന് മേടിക്കണം എന്ന് പറയും. റിട്ടേൺ ചെയ്യുന്നില്ല, പ്രോസസ്സൊക്കെ ചെയ്ത് അവിടെ ഉണ്ടാവും, അവിടെ വന്ന് നമ്മൾ മേടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, റിട്ടേൺ ഇല്ല. അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നില്ല. അവർ പറഞ്ഞ എന്താണ്, റിട്ടേൺ ചെയ്യുന്നില്ല, പകരം അവിടെ വെച്ച് തന്നെ പ്രിൻ്റ് ചെയ്യാണ്. പ്രിൻ്റ് എഫ് നമുക്ക് എന്ത് കൊടുക്കാം, ഈ റിട്ടേൺ ടൈപ്പ് നമുക്കിവിടെ വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രിൻ്റയിൽ അവിടെ തന്നെ നടത്താം. നമുക്ക് ഇവിടെ തന്നെ പ്രിൻ്റ് ചെയ്യിക്കുകയാണ്, പ്രിൻ്റ് എഫ്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നില്ല, പ്രിൻ്റ് എഫ് സം ഈക്വൽ ടു %d s ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യിക്കുന്നു. ഇവിടേക്ക് റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി, റിട്ടേൺ ചെയ്യുന്നില്ല, വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, നമുക്ക് ഔട്ട് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു 10, 20 പിന്നെ എയുടെ ആവശ്യമില്ല. ഇവിടെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു 10, 20 എന്നുള്ള വാല്യൂ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ നേരെ ഇവിടേക്ക് ജമ്പ് ചെയ്യും. 10, 20 ഇവിടെ അസൈൻ ചെയ്യുന്നു, എസ്സിലേക്ക് 10, 20, 30 എന്നുള്ളത് എസ്സിൽ വരുന്നു, സം ഈക്വൽ ടു 30. %d എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലേസ് ഹോൾഡർ ആണ്. ഡബിൾ കൊട്ടേഷനിൽ സം ഈക്വൽ ടു എന്ന് വരും. %d എന്ന് പറഞ്ഞാൽ പ്ലേസ് ഹോൾഡർ, ഈ പ്ലേസിലേക്ക് എസ് എന്ന് പറഞ്ഞ മെമ്മറിലെ വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ വാല്യൂവിനെ ഹോൾഡ് ചെയ്യാനുള്ള പ്ലേസ് ഹോൾഡറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞു അല്ലേ. ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞ് എന്ത് സംഭവിക്കും, എവിടെ നിന്നാണ് വിളിച്ചാൽ അവിടേക്ക് എക്സിക്യൂഷൻ ജമ്പ് ചെയ്യും, തിരിച്ചു വരും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുക. വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നേരെ എക്സിക്യൂഷൻ വീണ്ടും ഫംഗ്ഷനിലേക്ക് എവിടെയാണ് ഡിഫൈൻ ചെയ്തത് അവിടേക്ക് ചെല്ലും. ഈ വാല്യൂസ് നമ്പർ നമ്പറിലേക്ക് അസൈൻ ചെയ്യും, വീണ്ടും ആഡ് ചെയ്യുന്നു, ഉത്തരം ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഡെഫിനിഷൻ കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വിളിച്ചാൽ അവിടേക്ക് വരും, പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഇതാണ് എന്താ പറയുക, ഫംഗ്ഷൻ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇതാണ് ഡെഫിനിഷൻ. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ ഞാൻ ഡിഫൈൻ ചെയ്തത് മെയിൻ ഫംഗ്ഷന് മുകളിലാണ്. ഞാൻ ഈ ഡെഫിനിഷൻ മെയിന് താഴെ എഴുതാം. ഇപ്പം ഞാനിവിടെ ഈ ഫംഗ്ഷൻ ഡെഫിനിഷനെ കട്ട് ചെയ്തിട്ട് മെയിൻ ഫംഗ്ഷന് താഴെ ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി ഞാനിവിടെ എന്ത് സംഭവിക്കും നോക്കാം. നമുക്ക് റൺ ചെയ്താൽ എന്ത് സംഭവിക്കുക, ഇംപ്ലിസിറ്റ് ഡിക്ലറേഷൻ സം എന്ന് വെച്ചാൽ ഇത് ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ കോൾ ചെയ്തതിന് ശേഷം എഴുതിയ. അപ്പം ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു, പക്ഷെ ഡെഫിനിഷൻ താഴെ എഴുതിയ. അങ്ങനെ വരുമ്പോൾ കമ്പൈലർ ഡെഫിനിഷൻ കണ്ടിട്ടില്ല. സം എന്ന് പറഞ്ഞ വേരിയബിൾ, ഏത് വേരിയബിൾ ആയാലും C++ ലാംഗ്വേജിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഡിക്ലെയർ ചെയ്യണം. കമ്പൈലറിന് അറിയണം ഇത് ആരാണെന്ന് പറയുന്നതാണ് ഈ ഡിക്ലറേഷൻ. ഞാൻ ആരാണ്, സം ആരാണെന്ന് കമ്പൈലറിനോട് പറയുന്നതാണ് ഈ ഡിക്ലറേഷൻ. നമുക്ക് മുന്നേ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ കമ്പൈലറിന് അറിയാം അതൊരു ഫംഗ്ഷൻ ആണെന്ന് അറിയാം. പക്ഷെ മെയിൻ കോൾ ചെയ്തതിന് ശേഷമാണ് ഡെഫിനിഷൻ ഉള്ളതുകൊണ്ട് കമ്പൈലറിന് ഡെഫിനിഷൻ അറിയില്ല, അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ് സം എന്നറിയില്ല. അപ്പം നമ്മൾ കമ്പൈലറിനോട് പറയണത് സം ആരാണെന്ന് പറയാനായിട്ട് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫംഗ്ഷൻ്റെ ഈ ഹെഡർ ഉണ്ടല്ലോ,
ഇത് അതുപോലെ തന്നെ എഴുതാം. ഇതിനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇത് അതുപോലെ തന്നെ എഴുതാം. ഇതാണ് ഡിക്ലറേഷൻ. ഉണ്ടാ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ പേര്, നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇനി ഒന്ന് ചെയ്ത് നോക്കാം. കണ്ടോ ഉത്തരം വന്നത്? അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ കോൾ ചെയ്തതിന് ശേഷമാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ മസ്റ്റ് ബി ഡിക്ലെയർ. ഏത് വേരിയബിൾ ആയാലും, ഫംഗ്ഷൻ വേരിയബിൾ ആവട്ടെ നോർമൽ വേരിയബിൾ ആവട്ടെ, യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ബി ഡിക്ലെയർഡ് ബിഫോർ യൂസ്. ഡിക്ലറേഷൻ പറയുന്നത് കമ്പൈലിനോട് പറയണം ഞാൻ ആരാണ്, സം ആരാണ്, അല്ലെങ്കിൽ എ കോമ ബി എന്ന് പറഞ്ഞാൽ ഇൻഡ് എ കോമ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഒരു ഇൻറ്റീജർ ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന മെമ്മറിയാണ്. ഫ്ലോട്ട് എം എന്ന് പറഞ്ഞാൽ എം എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് ടൈപ്പ് ഡാറ്റ ഹോൾഡ് ചെയ്യുന്ന ഒരു മെമ്മറി സ്പേസ് ആണ്. ഇങ്ങനെ നമ്മൾ കമ്പൈലറിനോട് പറയണം ആരാണ്. അതാണ് ഡിക്ലറേഷൻ. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അവിടെ അത്രയും എന്താണ് ചെയ്യേണ്ടത് അതാണ് ഡെഫിനിഷൻ. അപ്പോൾ ഫംഗ്ഷനിലെ ഡിക്ലറേഷനാണ് ഇത്, ഡെഫിനിഷനാണിത്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡെഫിനിഷൻ. ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ ആരാണ് എന്നുള്ളതാണ് ഡിക്ലറേഷൻ. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. നമുക്ക് കോൾ ചെയ്യുന്നതിന് ശേഷം എഴുതുമ്പോൾ ഡിഫൈൻ ചെയ്യണം. ഇനി വേറൊരു ഫംഗ്ഷൻ, ഇപ്പോൾ നമുക്കിപ്പോൾ ആർഗ്യുമെൻറ്റ്സ് വോയിഡ് റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഇനി റിട്ടേൺ ടൈപ്പ് ഇല്ല, ആർഗ്യുമെൻറ്റ്സ് ഇല്ലാത്ത ഫംഗ്ഷൻസ് എഴുതാം. അത് അടുത്ത ക്ലാസ്സിൽ പറയാം.